വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ഒരു ആത്മകലയാണ് സൂഫി ഗീതം. കലയെ കൊലവിളിക്കുന്നവർ സൂഫി ഗീതത്തെയും മലിമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീത കഥയിലെ അതുല്യ വ്യക്തിത്വം ഇച്ച മസ്താനെ തനത് കലാശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഖാഫിനൂനി കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ. ഖാഫിനൂനി കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ. ഇച്ച മസ്താനെ മത്ത് പിടിപ്പിച്ചതാണ്. മത്ത് പിടിപ്പിച്ചതോ ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൃഷ്ടി വൈശിഷ്ട്യങ്ങളൊക്കെ ഏകനായ ഉടയോന് ലയിപ്പിച്ച് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏക തുണ ഹബീബ് തങ്ങൾ മാത്രമാണ്. നശ്വരമായ ഈ സഞ്ചാര ജീവിതത്തിന് അർത്ഥവും ആത്മാഭിമാനവും നൽകാൻ മുത്ത് തങ്ങളോളം യോഗ്യനായവർ ആരുണ്ട്? ഇച്ച പാടുന്നാണ്. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെയാണ്. ഇച്ഛകൾക്ക് പിന്നാലെ തുടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിനെ തളിർക്കുന്ന ആശാമാരി ചിന്തകൾ നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഹൃദയത്തെ ബലി കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയണം. അവിടെയും ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ അഗൈതമായ പ്രതീക്ഷ. ഇച്ച മസ്താന്റെ മറ്റൊരുത്തം ഇങ്ങനെയാണ്. മുമ്പരമ്പിയ മുമ്പിലൊന്നിലും മൂടടിച്ച് തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മുമ്പരമ്പിയ മുമ്പിലൊന്നിലും മൂടടിച്ച് തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. ഖാഫിനൂനി 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 കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ, കരഞ്ഞ് നിന്റെ കൊതിച്ച് ഞാൻ. തങ്കച്ചിപ്പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചിപ്പെണ്ണ് എന്നതുകൊണ്ട് മസ്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മാർത്യ മനസ്സുകളെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്, തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്, തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. സുന്ദരമതമായ ഇസ്ലാമിനെയാണ് താമരത്തോട്ടം എന്നതുകൊണ്ട് മസ്താൻ അർത്ഥമാക്കുന്നത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്കച്ചിപ്പെണ്ണാകുന്ന മനുഷ്യന്റെ ഭൗതിക ലോകത്തിന്റെ കാഴ്ചകളിൽ അഭിരമിക്കാതെ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അലിഞ്ഞു ചേരാനാണ് ഇച്ച നമ്മോട് പറയുന്നത്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചെല്ലിട നീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചെല്ലിട നീ.
സുന്ദരമതം ഇസ്ലാമിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് ഇബാദത്തുകളും അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്ന പല ഇൽമുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. മുല്ലമലർമാണം വീശുന്നാശിക്കിൻ ആശനാശം നീ ചെയ്തിടല്ല. മുല്ലമലർമാണം വീശുന്നാശിക്കിൻ ആശനാശം നീ ചെയ്തിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാരണമങ്കയെ കൊന്നിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാരാണിമങ്കയെ കൊന്നിടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇഷ്ടാനുഷ്ഠങ്ങളെ പരിഗണിക്കാതെയുള്ള ജീവിതം അരുത്. മാത്രമല്ല അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന തിരുസുന്നത്തുകളും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന അവരുടെ മുഴുവൻ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി പകർത്തണം എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. പുന്നാരക്കൂട്ടിന്റെ പുതുമതരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുന്നാരക്കൂട്ടിന്റെ പുതുമതരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനതരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.